അടുത്തായിട്ട് വരുന്നത് കൗണ്ട് ടൂളാണ്. കൗണ്ട് ടൂളിനായിട്ട് നമുക്ക് ഒരു ഇമാജിൻ ബോഡി ഈ ഒരു പ്രോജക്റ്റിലേക്ക് എടുക്കണം എന്നുള്ളത്. അതിനായിട്ട് ഫയൽ മാനേജറിൽ പോകുന്നു. ഞാൻ ഫയൽ മാനേജറിൽ പോയി ഇമേജിൽ ഒരു കളർ ബോൾസിൻ്റെ ആ ഒരു ഇമേജ് ഞാൻ ഈ ഒരു പ്രോജക്റ്റിലായിട്ട് ഇപ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നോട്ട് ടൂൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അതായത് കൗണ്ട് ആക്കി വെക്കാനുണ്ട്. കൗണ്ട് ടൂൾ എന്ന് വെച്ചാൽ കൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇപ്പോൾ ഇതിൽ എത്ര ബോൾസ് ആണുള്ളത് ഈ കൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൗണ്ട് ആക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് മീത്ത വരുന്നുള്ളത്. പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആക്കാൻ പറ്റും, അതേപോലെ ഡിലീറ്റ് ചെയ്യാനും ഹൈഡ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും, അതേപോലെ കളർ ഒരു കൗണ്ടിൻ്റെ കളർ ഏതാണ് വേണ്ടത് ആ ഒരു കളർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്, അതിനുശേഷം കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരോ ബോളായിട്ട് ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് കൗണ്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ് കൗണ്ടായി പോകുന്നത്. ഇപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു കൗണ്ട് ആയിട്ടുണ്ട്. ഇനി ആദ്യം നിങ്ങൾക്ക് അതായത് ഇതിപ്പോൾ 1 2 3 1 2 3 ഇങ്ങനെ ആയല്ലോ. ഇനി ആദ്യം 1 2 3 വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഫോൾഡറായിട്ട് വയ്ക്കാം. ഒരു ഗ്രൂപ്പായിട്ട് കൗണ്ട് ഗ്രൂപ്പ് 2 കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി ഓക്കെ നിങ്ങൾക്ക് ഇനി രണ്ടാമത് കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതേപോലെ കൗണ്ട് ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. എത്ര എന്നുള്ളത് ഇതേപോലെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക്. ഇങ്ങനെ കൗണ്ട് ചെയ്യാനായിട്ട് യൂസ് ആക്കുന്ന ടൂളാണ് കൗണ്ട് ടൂള്. അതേപോലെ എനിക്ക് ഇനി കളർ ചേഞ്ച് ആണ്, കളർ ചേഞ്ച് ആക്കുക. ഇനി ഇത് ഹൈഡ് ആക്കി വെക്കുന്നത് ഇത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് റൂളർ ആണെങ്കിലും അതേപോലെ നോട്ട് ആണെങ്കിലും കൗണ്ട് ആണെങ്കിലും കളർ സാമ്പിളർ ആണെങ്കിലും ഈ 4 ടൂൾസും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേജിൽ വരുന്ന ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾ പോസ്റ്റേഴ്സിന് ബാധകമായിരിക്കില്ല. അതായത് നിങ്ങൾ പ്രൊജക്റ്റ് ആണെങ്കിലും പോസ്റ്ററല്ല ഒരു പ്രോജക്റ്റ് ആണെങ്കിലും അതിലേക്ക് ബാധകമായിരിക്കില്ല. എന്താ വെച്ചാൽ നിങ്ങൾ സേവ് ആക്കിയിട്ട് ഔട്ട് എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു പ്രൊജക്റ്റിൽ അത് കാണുന്നതായിരിക്കില്ല. അതേ ഒരു വർക്കിൻ്റെ ആ ഒരു പേസ്റ്റ് ഫയലിൽ മാത്രമേ ഉണ്ടാവൂത്ര. ഒരു ചാനൽ ഔട്ട് എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്കത് വരുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്കത് ഹൈഡ് ആക്കണമെങ്കിൽ ഹൈഡ് ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഹൈഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു രണ്ടാമത്തെ ഗ്രൂപ്പാണിപ്പോൾ ഹൈഡ് ആയിട്ടുള്ളത്. ആദ്യം നമ്മളൊരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ കാണാൻ പറ്റും. ഇത് കൗണ്ട് ഗ്രൂപ്പ് 2 1 കൊണ്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 2 എടുത്ത് ഹൈഡ് ആക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പായിരിക്കും ഹൈഡ് ആകേണ്ടത്. അതേപോലെ 1 എടുത്ത് ഹൈഡ് ആക്കുകയാണെങ്കിൽ ആദ്യം ചെയ്ത ആ ഒരു ഗ്രൂപ്പാക്കും ഹൈഡ് ആവുന്നത്. ഇനി ഇത് ഡിലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഡിലീറ്റ് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്ലിയർ അടിക്കാം. ഡിലീറ്റ് ആക്കുന്നത് ഞാൻ ആ ഒരു കൗണ്ട് ഗ്രൂപ്പ് 1 ഉള്ളത് ഡിലീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇനി കൗണ്ട് ഗ്രൂപ്പ് 2 എന്നുള്ളതും ഞാൻ അതേപോലെ ഡിലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുന്നു. ഇപ്പോൾ ക്ലിയർ ചെയ്യുമ്പോൾ ആ ഒരു കൗണ്ട് എല്ലാമായിട്ട് മൊത്തത്തിലായിട്ട് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. ഇതാണ് കൗണ്ട് ടൂൾ. അതായത് കൗണ്ട് ടൂള്, നോട്ട് ടൂള്, റൂളർ ടൂള്, അതേപോലെ കളർ സാമ്പിൾ ടൂൾ. ഈ 4 ടൂൾസാണ് ഈ ഒരു ഐ ഡ്രോപ്പർ ടൂൾ. ഈ ഒരു 5 ടൂൾസാണ് ഈ ടൂൾ ബാറിലായിട്ട് വരുന്നുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് നെക്സ്റ്റ് ആയിട്ടുള്ള ടൂള് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. ഈ ടൂൾ വേണ്ടി നമുക്കൊരു ഇമാജിൻ കൂടി പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൻ്റെ ഫയൽ മാനേജറിൽ പോയി ഞാനൊരു ഇമാജ് ലെഫ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിൽ ഇടുന്നുണ്ട്. ഓക്കെ, ഫോട്ടോഷോപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇമാജിലെ ആ ഒരു പിമ്പിൾസൊക്കെ നമുക്ക് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ വെച്ച് കളയാൻ പറ്റും. അതായത് ഹീൽ ചെയ്ത് മായ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമേജ് എടുത്തിട്ട് ആ ഒരു ടൂൾ എടുത്ത ടൈമിൽ നിങ്ങൾക്ക് മൗസിൻ്റെ ആ ഒരു ഇതായിട്ട് ഇങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക. അതെന്തെന്ന് വെച്ചാൽ ഈ ഒരു ഇമേജ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണുന്നുള്ളത്. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ആ ഒരു ഇമേജിൻ്റെ സ്മാർട്ട് ഒബ്ജക്റ്റ് റാസറൈസ് ആയിട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ എടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതിൽ അതിൻ്റെ മുകളിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസിൽ സൈസും അതേപോലെ ഹാർഡ്നെസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ടൈപ്പ്, അതായത് കണ്ടന്റ് അവെയർ ആയിട്ടാണ് വേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് കണ്ടന്റ് അവെയർ ആയിട്ട് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ചെയ്യുന്നുള്ളത് ഈ ഒരു പിമ്പിൾസ് ഒക്കെ ഹീലാക്കിയിട്ട് മാറ്റാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് സ്പോട്ടിംഗ് ഹീലിംഗ് ബ്രഷ് ടൂൾ എടുത്ത് ഞാൻ ആ ഒരു സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹാർഡ്നെസ് കൂട്ടിയിട്ടൊക്കെ അങ്ങനെ ഞാൻ ഒരു ബ്രഷ് കുറച്ചൊന്ന് വലുതാക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പിമ്പിളിലായിട്ട്
ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ആ ഒരു പിമ്പിള് അവിടെ നിന്ന് ഹീലായിട്ട് പോയിട്ടുണ്ട്. അതായത് ആ ഒരു പിമ്പിൾ അവിടെ നിന്ന് ഹീലായിട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലുള്ള ആ ഒരു പിമ്പിൾ കൂടി ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇതും അതേപോലെ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ പിമ്പിൾസൊക്കെ ഹീൽ ചെയ്ത് കളയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് ഹീലിംഗ് ബ്രഷ് ടൂൾ, അതായത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നത്.